സാഹിത്യ പരിഷത്ത് ചേർന്ന് നടത്തുന്ന ഈ കാർട്ടൂൺ കാർണിവൽ എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. KSM FKSSPയും കൂടെ ചേർന്ന് നടക്കുന്ന കാർട്ടൂൺ കാർണിവൽ എന്ന പ്രോഗ്രാമിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക് വളരെ സന്തോഷം തരുന്ന ദിവസമായിരിക്കും ഇന്ന്. കാരണം നമുക്ക് അതുപോലെയുള്ള ഒരു അങ്കിളെയാണ് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കാർട്ടൂണിസ്റ്റായ സജീവ് ബാലകൃഷ്ണ അങ്കിളെ KC ബാലുവേദിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. 2000 വർഷം മുതൽ ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും ഭാരം കൂടിയ കാർട്ടൂണിസ്റ്റ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. 1988 കേരളത്തിലെ ഏറ്റവും മികച്ച യുവ കാർട്ടൂണിസ്റ്റിനുള്ള ജോൺ എബ്രഹാം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2010 12 മണിക്കൂറിൽ 651 ഫുൾ ബോഡി കാരിക്കേച്ചറുകൾ വരച്ചതിന് ഒരു ലിംക ബുക്ക് റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ബ്ലോഗിനെ പറ്റി കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ബ്ലോഗിലാണ് ഈ അനിലൊക്കെ പെട്ടെന്ന് അതിനകത്ത് താരോദയം എഴുത്തിന് മാത്രമല്ല സൗന്ദര്യത്തിലും താരോദയമായിട്ട് അനിൽ വന്നു. കുറേ പേരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഗൾഫിൽ തന്നെ ഉണ്ട് ഈ ബ്ലോഗേഴ്സായിട്ട്. അപ്പം അവരെ അന്ന് എനിക്ക് കാണാൻ പറ്റി. ബ്ലോഗ് എൻ്റെ എഴുത്തിനെ എന്നൊരു എഴുത്തുകാരനാക്കി എന്ന് പറയുന്നത്. ഞാൻ എഴുത്തുകാരനല്ല, പക്ഷെ നിന്ന് ഉള്ള രീതിയിൽ എഴുതാൻ തന്നെ പ്രേരിപ്പിച്ച ബ്ലോഗാണ്. ബ്ലോഗ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. നെറ്റിൽ കിടക്കുക, ആരും ഉപയോഗിക്കാനില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ട് ഞാൻ പറയാം. വരയ്ക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് വന്നത്. അപ്പോൾ പല ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുണ്ട്. തീരെ കൊച്ചുകുട്ടികളുണ്ട്, 10ാം ക്ലാസ്സുകാരുണ്ട്, അവരുടെ അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. അപ്പോൾ പലരും പറയുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല. എൻ്റെ ചിന്ത ഇതാണ്: നിങ്ങൾക്കൊരു മലയാളം അക്ഷരമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമോ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു അക്ഷരം, ഇപ്പം ക്ഷ, ഇത്ര, ഘ, ഇതൊക്കെ മലയാള അക്ഷരങ്ങളാണ്. ഇങ്ങനെയൊക്കെ അക്ഷരങ്ങളൊക്കെ നോക്കി വേറെ കടലാസിൽ പകർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കി അത് ഓർമ്മയിൽ വെച്ച് അത് നിങ്ങളുടെ കൈകളിൽ കൂടെ പ്രസരിപ്പിച്ച് വേറൊരു സർഫേസിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? ഒരു ഫിഗർ, ഒരു അക്ഷരം നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ ഓൾറെഡി എ ആർട്ടിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാർട്ടൂണിസ്റ്റുകളാണ്. ഞാൻ കാർട്ടൂണിസ്റ്റ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സംഭവിക്കില്ല. എവരിബഡി ക്യാൻ ഡ്രോ. നമ്മളെല്ലാവരും മൊഴിപാട്ട് പാടുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ മനശ്ശേരി ആ ഉഗ്രമായിട്ടൊരു പാട്ട് പാടി അന്നെ ഞെട്ടിച്ചുകൊണ്ട്. അപ്പം മനസ്സിനെ ഒരു ഗായികയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണ് ഓരോരോ കഴിവുകൾ പുറത്തു വരുന്നത്. അപ്പം മനസ്സിന് രണ്ടാമത്തെ മൂന്നാമത്തെ വരി പാടിയില്ല, അനുപല്ലവി ചരണം പാടിയില്ല, പക്ഷെ പല്ലവി കൊണ്ട് തന്നെ നമ്മളെന്നെ ഞെട്ടിച്ചോളും. നിങ്ങളിരിക്കുന്ന ഓരോരുത്തർക്കും, ഞാൻ വെറുതെ പറയില്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. അത് ഒരുപക്ഷെ അപ്രകാശിതമായിരിക്കും, ഒരുപക്ഷെ ആരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അങ്ങനെ ആരും കാണുകയും കേൾക്കാണ്ട് നിങ്ങൾക്ക് മരിക്കേണ്ടി വന്നേക്കാം. അത് വലിയൊരു സാധ്യതയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി യു ആർ ടാലന്റഡ് ഇൻ സം ഏരിയ. അത് മനസ്സിലാക്കി കൊടുക്കും. വെറുതെ പറയണമല്ല. ഞാനും കുറച്ച് ഞാൻ മരിച്ചു, അതുകൊണ്ട് ഐ ഷുഡ് നെവർ ലൈക്ക്. ഞാൻ നുണ പറയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ പേരങ്ങനെയല്ല, സജീവമാണ് എൻ്റെ പേര്, സജ്ജീവ്. അതുകൊണ്ട് എനിക്ക് വളരെ എൻ്റെ പേരിനെ കുറിച്ച് അഭിമാനമുണ്ട്. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും. പക്ഷെ അതിലൊരു സാധാരണ രീതിയിൽ ഒരു 80-90% ഒരിക്കലും പ്രകാശിപ്പിക്കപ്പെടില്ല. ആരും അറിയാം. അതൊരു ട്രാജഡി എന്ന് ആലോചിച്ചു. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും എത്ര കൊല്ലങ്ങളായി വീട്ടമ്മമാർ വീട്ടിങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കും. എത്ര കൊല്ലങ്ങളെ എനിക്കൊരു 10 നൂറ്റാണ്ടുകളായിട്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ വീട്ടകങ്ങളിലും അടുക്കളകളിലും വീട്ടമ്മമാർ പണിയെടുത്തുകൊണ്ടിരിക്കുക. ആ ഓരോ വീട്ടമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഇന്ന സംഗതി ആവണം, ഡാൻസുകാരിയാവണം, പാട്ടുകാരിയാവണം, അല്ലെങ്കിൽ എനിക്കൊരു പുസ്തകം എഴുതണം. ഒന്നും നടപ്പായില്ല. ഒരു സംഗതി നടപ്പാവാണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഒരു മക്കൾ ചോദിക്കുകയും ചെയ്യാതെയുണ്ട്, ഭർത്താവ് ഒരിക്കലും ചോദിക്കാതെയുണ്ട്. ഈ അമ്മമാരെല്ലാം നമ്മുടെ മുമ്പിൽ അപ്രത്യക്ഷമായി, ഭൂമിയിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ബിഗസ്റ്റ് ട്രാജഡിയാണ്. നമ്മൾ അത് ആലോചിച്ചാൽ മതി. ഈ അമ്മമാർക്കൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ, ഈ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അവരുടെ ആണുങ്ങളൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ലോകം ഇതുപോലെയാവൂ. ഞാൻ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് ആലോചിക്കാനുള്ള ഇതില്ല. പുറകിലിരിക്കുന്നവർ
സ്ത്രീകൾക്കൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടമ്മ അടുക്കളയിൽ നരകിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്കൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളുടെയും ആൾക്കാരുടെയും കോൺഫിഗറേഷൻ പോലും ആയിരിക്കില്ല, എന്റെ ഘടന ഇങ്ങനെയായിരിക്കില്ല, നിങ്ങൾ എന്നെ നോക്കുന്ന രീതി പോലും ഇങ്ങനെ ആയിരിക്കില്ല. ഫിനോമിനൽ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ അതാണ് സത്യം. നമുക്കത് വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു വഴി കൂടെ നമ്മൾ നീങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 5 കൊല്ലം മുമ്പ് ഞാനൊരു ഓൺലൈൻ പ്രൊവൈഡർ കുറേ പേര് പങ്കെടുത്തു. എനിക്ക് പലപ്പോഴും ഈ ചായ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നിങ്ങൾ പലരും പങ്കെടുത്ത് കാണണം, അവരൊക്കെ വലുതായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പങ്കെടുത്തവർ ഇന്ന് പങ്കെടുക്കുന്നെങ്കിൽ എൻ്റെ ഭാഗ്യം, എൻ്റെ നന്ദി ഞാൻ അറിയിക്കണം. അല്ലാത്ത ആൾക്കാർ ഒന്നുകൂടി ചെറുതായിട്ട് കാര്യങ്ങൾ പറയാം. കുറച്ച് കാരിക്കേച്ചറുകൾ വരയ്ക്കാം. ഇവിടെ നല്ല മുഖമുള്ള, നല്ല രസവും വരയ്ക്കാനുള്ള മുഖങ്ങളാണ്. ഇതേ നോക്കൂ, ഒരാളെ നീല ഷർട്ട് ഉണ്ടോ? ഉണ്ടല്ലേ? നരണമെന്ന് ഒന്ന് തിരിഞ്ഞു കാണാം, കണ്ടോ? ഇങ്ങനെ ഓരോരുത്തരെ കാണും. ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ അവിടെ കണ്ണട വെച്ച ഒരാൾ കൈ കെട്ടിയിരിക്കും, നീല ഷർട്ട്. അത് എനിക്ക് താങ്കളൊന്ന് എനിക്ക് കാണും. അതില്ല, ആ തിരിഞ്ഞു നോക്കണ ആളിന്. ഒന്ന് എനിക്ക് നോക്കൂ, എന്തോ നല്ല ഒരു കുട്ടിയുടെ മുഖമുള്ളതല്ലേ? ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം, കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു കൗതുകം, ഒരു ഇഴിവില്ല, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വരയ്ക്കും. കുട്ടികളെ പല പേര് വരയ്ക്കും. ഞാൻ തെരഞ്ഞു പിടിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ്. ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് വരച്ച് കാണിക്കാൻ പറ്റും. മറ്റത് ചില കോംപ്ലിക്കേറ്റഡ് മുഖങ്ങളുണ്ടാവും. ഇപ്പൊ എന്നെ നോക്കൂ, തീർന്നല്ലോ, ഒട്ടത്തല പപ്പടം പോലെ. എൻ്റെ മൂക്ക് നോക്കൂ, കണ്ണ് പൂച്ചയുടെ കണ്ണാണ്. ചെവി നോക്കൂ, നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. കഴുത്തോ? കഴുത്ത് കാണാനില്ല, കഴുത്തില്ല. ബോഡി നോക്കൂ, വലിയ മത്തങ്ങ പോലത്തെ ബോഡിയാണ്. ഇതാ ഞാൻ ഒരു കാരിക്കേച്ചറിസ്റ്റ് നിലയ്ക്ക് ഞാൻ കാണുന്ന ഒരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സംഗതി ഇങ്ങനെയാണ്. ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലാവും, ഇയാളിങ്ങനെയാണ്, ഇയാളുടെ ഇന്നർ ഭാവം ഇതായിരിക്കാം, ഇദ്ദേഹം വീട്ടിലെ വീട്ടുകാർക്ക് പെരുമാറുന്ന രീതി ഇതായിരിക്കാം. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. ഇത് നമ്മൾ പരിചയം കൊണ്ട് വരുന്ന സംഗതിയാണ്. അപ്പൊ ഏതായാലും കുറെ ആൾക്കാരെ നമുക്ക് ഒരു 5-6 പേരെങ്കിലും നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കാനായിട്ട് ഇവിടെ നോക്കുമ്പോൾ അതിന് മുമ്പ് വരൂ, നാരായണൻ. ഭയങ്കര സരസനും സുന്ദരനുമായിട്ടുള്ള ആളാണ് നാരായണൻ. നമ്മൾ നോക്കൂ, എല്ലാവരും നോക്കൂ, ആ മുഖം നോക്കൂ. നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ നോക്കുക ചെയ്യുക, എന്താണ് ഫീച്ചർ ആ മുഖത്തിന്. നമ്മൾ ഓർഡിനറിയിൽ നിന്ന് മാറ്റുന്നത് എന്താണ്, ഓർഡിനറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നോക്കും. അതാണ് പ്രധാനമായിട്ട്. ഇപ്പൊ എന്താണ് കാണുന്നത്? വേറെ കുട്ടികൾ പറയും, എന്താ ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു ഒരു പ്രത്യേകത? കണ്ണാടിയുണ്ട്. പിന്നെ ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ട്. പറയൂ. താടിയുണ്ട്. പിന്നെയും കാണണല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ, അതുണ്ട്. പിന്നെ വേറെ ഉണ്ട്. ചെവി ഭയങ്കര, നീ ഭയങ്കരം തന്നെ. കണ്ടോ? ചെവി പറഞ്ഞു കഴിഞ്ഞു. ചെവിയെ നോക്കൂ, ചെവി ഇങ്ങനെ നിൽക്കുക. എല്ലാ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ നാരായണൻ കേൾക്കുന്നുണ്ട് ഈ ചെവിയുണ്ട്. ആ ചെവിയെ ഒന്ന് സ്നേഹത്തോടുകൂടി നോക്കൂ എല്ലാവരും, കേട്ടോ? അപ്പൊ ചെവി ഒരു പ്രധാന സംഗതിയാണ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചെവി ആണ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ചിരിയാണ്. ഇപ്പൊ എൻ്റെ അടുക്കൊക്കെ ചിരിയാണ്. അദ്ദേഹം അതർവൈസ് നോർമൽ ആയിട്ടുള്ള ഇതാണ്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്ന പ്രത്യേക ഇതൊന്നുമില്ല. നമുക്ക് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കാം. ഇനി നമ്മൾ പറഞ്ഞ ശരിയുണ്ടല്ലോ, ചിരിച്ചിരി നമ്മൾ പറയണം, ചിരിക്കൂ എന്ന് പറയണം. ചിരിക്കൂ. ഏതാണ്ടായി വേണ്ട.
ചെവി നോക്കൂ. ഇത്രയേ ഉള്ളൂ. ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയും കൂട്ടി. ഇനി അടുത്തത് നമ്മുടെ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിനാണ്. ക്യാമറ കാണാൻ മതി. അയ്യോ എടുക്കാനല്ലേ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റിയ ഫീച്ചറുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പ്രത്യേകല്ലേ? അയ്യൂബിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അയ്യൂബിന്റെ നോക്കൂ, പ്രത്യേകത നോക്കിക്കോളൂ. പറയൂ, എന്താണ് അയ്യൂബിന്റെ പ്രത്യേകത? ആ, വെള്ള ഹെയറാണ്. പിന്നെ ശരിക്കും നോക്കൂ. ആ, കണ്ണടിയില് ഉള്ളിൽ പുരുകോ കണ്ണൊക്കെ നോക്കണം. പുരുക ഇങ്ങനെയല്ലേ ഇരിക്കണം അല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കണം. ആ ശരി. അയ്യൂബ് നോക്കിക്കോളൂ. അയ്യൂബിനെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അയ്യൂബിന്റെ മുടിയാണ്. മുടി നമ്മളിങ്ങനെ വരയ്ക്കണം. പിന്നെ നോക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ. ഈ പുരിയം പോയുണ്ട് മുകളിലേക്ക്. കണ്ടയുടെ മുകളിൽ പുരിയം ഉണ്ടാവും ഇല്ലേ? ശ്രദ്ധിച്ചില്ലേ? ഒരു സൈഡില് നെറ്റി കുറച്ചുകൂടി പ്രൊട്രൂഡ് ചെയ്ത് നെറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങനെ ആക്കണം. ഈ ഭാഗത്ത് ഉണ്ടാവും. എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വരയ്ക്കാവുന്ന മുമ്പിലിരിക്കുന്ന കണ്ണട വെച്ചിട്ട് ഫോട്ടോ എടുക്കണ്ടേ? എടുത്തു. ആ, ഇനി ഇതിന്റെ പേരെന്താ? ഓറഞ്ച് ഷർട്ട് ആൻഡ്രൂ. ആ, ഈ കണ്ണട വയ്ക്കാത്തവരെ വരയ്ക്കാട്ടോ. പക്ഷെ നമുക്ക് കണ്ണടക്കാരനായിപ്പോയി. ആൻഡ്രൂ ആണത്. ആൻഡ്രൂവിന്റെ പ്രത്യേകത പറയും. വലിയ നെറ്റി. നമ്മൾ ശ്രദ്ധിക്കണം. വലിയ നെറ്റി. ഭയങ്കര ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ചെവി എന്ന് പറഞ്ഞത് പെട്ടെന്ന്. പിന്നെ ശരിക്കും പൊട്ടിച്ചിരിക്കും. ഇതാണ് പൊട്ടിച്ചിരിക്കുന്നത്. ആ, മുടി ഇങ്ങനെ വീണ് എടുക്കണുണ്ടോ? ഇതൊക്കെയാണ് കാർട്ടൂണിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. ആ, റെഡി. നെറ്റി നോക്കൂ. നെറ്റി ഇങ്ങനെയാണ്. വരയ്ക്കും ഇങ്ങനെയാണ് വരയ്ക്കുക. ഈ ഭാഗത്ത് നെറ്റി ഇങ്ങനെ ഒരു ഇതുണ്ട് കർവേച്ചറിൽ. കണ്ടോ? ഞാൻ കണ്ടില്ലേ? ബ്രോഡ് നെറ്റിയാണ്. എന്നെ നോക്കിക്കോളൂ. അതെ, അനങ്ങരുത് കേട്ടോ. Smile. തിരിയും. കഴിഞ്ഞു. ഫോട്ടോ എടുക്കണ്ട. ഇനി ആരെങ്കിലും പുറകിൽ നിന്നുള്ള കണ്ടു വയ്ക്കാത്ത ആരെങ്കിലും നോക്കുക. ഞാൻ നോക്കണ ആരെയാണ്?
പെട്ടെന്ന് വരും. രണ്ടുപേരും ട്വിൻസ് വരും. ട്വിൻസ് രണ്ട് കുട്ടികൾ ടീംസ് ബ്ലാക്ക് ഫിഷ് അതന്നെ അവർ രണ്ടുപേരും ആ മക്കളെ എന്താ പേര്? അതേലിയ ഐലീൻ. പിന്നെ നതാലിയ ഐലീൻ നതാലിയ. നോക്കൂ, ട്വിൻസ് അല്ലേ? എന്താണ് രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ. അപ്പൊ ഒരെണ്ണത്തിന് കോപ്പി എടുത്ത് വെച്ചാൽ മതി. അങ്ങോട്ട് നോക്കൂ. എന്താ പ്രത്യേകത പറയൂ, പെട്ടെന്ന് പറഞ്ഞോട്ടോ. നൈസ്. ചിരി നോക്കൂ, ചിരി. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഐലീൻ അങ്ങോട്ട് നോക്കിക്കോളൂ. റെഡി? വരയ്ക്കാനുണ്ടോ? അനങ്ങരുത്, സ്പീഡിൽ വരയ്ക്കുക. ചിരിക്കും. ഒരാൾ കഴിഞ്ഞു, ഐലീൻ കഴിഞ്ഞു. നോക്കൂ, നീ ചെറുതാക്കി വെച്ചു. പിന്നെ അടുത്ത ആളെ എടുത്തു. നോക്കിയോളൂ, എന്നെ നോക്കൂ. സ്പീഡിൽ വരയ്ക്കാനുണ്ടോ? കഴിഞ്ഞു. ഓടിക്കോളൂ. മുടി അറിയണ്ടേ? മുടി അറിയാൻ വിട്ടുപോയി. രണ്ടുപേർക്കും ഒരേപോലത്തെ മുടിയാണല്ലോ. ഇതാരെങ്കിലും പറയുന്ന ആരെങ്കിലും വരുമോ? കുട്ടികളെ ഭയം മുതിർന്ന ആൾക്കാരാരെങ്കിലും അറ്റത്തിരിക്കുന്ന ആൾക്കാർ? ഇതാ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. അത് നല്ല ടഫേഴ്സാ വിനോദില്ല. ഇതാ അവര് വരുമോ? ഇത് ലാസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരയ്ക്കണതെല്ലാം പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന മോഹമല്ല കേട്ടോ. സമയം എടുത്ത് വേണം വരയ്ക്കാൻ. പക്ഷെ നിങ്ങളെ ഒന്ന് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സംഗതിയാണ്. ഇത് കുറെ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുത്താൽ വരയ്ക്കുക. ഇതാണ് ലാസ്റ്റ് മാൻ. നോക്കൂ, എന്താണ് പ്രത്യേകത? മൂക്കോ? മൂക്കുണ്ടോ? പിന്നെ മുടി നോക്കൂ, ആ സ്റ്റൈല് നോക്കൂ. ഒരു ഫിലിം സ്റ്റാറും ഇല്ലേ, ആ ഹെയർ സ്റ്റൈലില്ലേ? കണ്ടോ? പറയൂ. ഗഫൂറിനെ വരയ്ക്കാൻ പോണേ കേട്ടോ. നമുക്ക് ഗഫൂറിനെ വരയ്ക്കുന്ന എങ്ങനെയാ നോക്കാം. ഗഫൂറിനെ എങ്ങനെ?
പിള്ളേരുടെ അറ്റൻഷൻ കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്യാൻ വിട്ടുപോയി. പ്രധാന സംഗതി ഉദ്ഘാടനം ചെയ്യാൻ വിട്ടുപോയി. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇവിടെ കേരള സോഷ്യൽ സെന്ററും ചേർന്നിട്ടുള്ള സംഗതിയാണ്. ശാസ്ത്രം എങ്ങനെയാണ് സയൻസ് എങ്ങനെയാണ് കുട്ടികളെ സഹായിക്കണേന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാ സംഗതികളും. ഇപ്പം ഇത് പേന, ഈ കാണുന്ന എല്ലാം, പുറത്തിറങ്ങി കാണുന്ന എല്ലാ സാധനങ്ങളും ചെടികളൊക്കെ ഒഴിച്ച് മൃഗങ്ങളൊഴിച്ച് ബാക്കി എല്ലാം മനുഷ്യൻ്റെ ഡിസൈൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ്റെ ഡിസൈൻ സെൻസ്. അപ്പോൾ നമുക്ക് അസാധാരണ ഡിസൈൻ സെൻസുള്ള മനുഷ്യനെ നമുക്ക് കാത്തി കാണാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഡിസൈൻ സെൻസ് എന്ന് പറയുമ്പോൾ അസാധാരണമാണ്. അപ്പോൾ അത് സയൻസ് മോശമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, സയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. മുതിർന്നവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കൂ. എത്രമാത്രം സയൻസ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് വളരെ ചെയ്യേണ്ട സംഗതിയാണ്. കുട്ടികൾ നോക്കൂ, കുട്ടികളുടെ അറ്റൻഷൻ പോയി കഴിഞ്ഞു. 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കുട്ടികളുടെ അറ്റൻഷൻ ഇല്ല. അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുത്താവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. എങ്ങനെയാണ് സയൻസ് സാധാരണ മനുഷ്യനെ ബാധിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ പുറത്തിറങ്ങിയാൽ കാണുന്ന എല്ലാ സംഗതികളിലും പുറകിൽ സയൻസ് ഉണ്ട്. അത് ഉണ്ടാക്കിയ ആൾക്കാർ മനുഷ്യരാണ്. മനുഷ്യൻ്റെ ഡിസൈൻ സെൻസ് പറയുന്നത് അസാധാരണ ഡിസൈൻ സെൻസുള്ള ആൾക്കാരാണ് മനുഷ്യർ, ഒരു ഓർഗാനിസം എന്ന നിലയ്ക്ക്. അപ്പോൾ നമുക്ക് തള്ളിക്കളയാനേ പറ്റില്ല. ഓരോ സംഗതികളുടെ പുറകിലും വർഷങ്ങളോളം തപസ്സിരുന്ന മനുഷ്യരുടെ കഥയുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, അടുക്കളയിൽ വീട്ടമ്മമാർ നരകിച്ച് മരിച്ച കഥകൾ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സംഗതികളുണ്ട്. ഈ പറയുന്ന എല്ലാ ഗാഡ്ജറ്ററിയുടെ പുറകിലും ദശാബ്ദങ്ങളോളം അടയിരുന്നിട്ടുള്ള മനുഷ്യരുണ്ട്. സീരീസ് ഓഫ് മനുഷ്യർ പല രാജ്യങ്ങളിൽ നിന്ന് ഒരേ ആശയങ്ങളുടെ പുറത്ത് അടയിരുന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ മാത്രം ഒരു ഇൻവെൻഷനായിട്ട് വരും, മറ്റുള്ള ആൾക്കാർ തമസ്കരിക്കപ്പെടും. അറിയാനേ പറ്റില്ല, അവരാരാന്ന് പോലും അറിയില്ല. ഇതാണ് അവസ്ഥ. സയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ടതല്ല അത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 സംഘടന ചേർന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം. അവരുടെ അറ്റൻഷൻ കൂട്ടുവായവരിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക കുട്ടികൾ. അപ്പോൾ അവരുടെ അറ്റൻഷൻ വിടുന്നതിനൊക്കെ മുമ്പ് എനിക്ക് അടുത്ത സെഷൻ തുടങ്ങണം. അതിനിടയിൽ ഞാനിതാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. കൈയടിക്കൂ. പ്രിയപ്പെട്ട ബാലവേദിയുടെ പ്രസിഡന്റ് ശ്രീ മനസ്സിനി, നമ്മുടെ ഈ മുഖ്യാതിഥി ശ്രീ സജീവ് ബാലകൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു എന്നെ മാഷെന്ന് വിളിക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ നടക്കുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കിത് എത്രയും പെട്ടെന്ന് ഈ പ്രസംഗം അവസാനിപ്പിച്ച് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചല്ല. കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വരെയും വളരെ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സെക്ഷൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. എങ്കിലും 2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പ്രാവശ്യത്തെ ബാലവേദി 52 വർഷത്തിലേറെയായി കേരള സോഷ്യൽ സെൻ്ററിൽ കുട്ടികൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നു. അതിൽ തുടർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ബാലവേദി കൂട്ടുകാർ ഈ 2 ചേച്ചിമാരാണ് ബാലവേദിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഇരിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ ബാലവേദിയുടെ ഓരോ പ്രവർത്തനത്തിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സഹായം, ഇടപെടൽ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഈ ബാലവേദിയുടെ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർ ഗേസിങ്ങിലായാലും അതിനുശേഷം നടന്ന ജിനൻ മാഷിൻ്റെ ക്യാമ്പായാലും ഇന്നത്തെ ഈ പരിപാടികൾ, ഇതെല്ലാം വളരെ സജീവതയോടുകൂടി ഈ KSE ബാലവേദിയുടെ ഓരോ പ്രോഗ്രാമും ഏറ്റെടുക്കുന്നതിനും പുതിയ പരിപാടികളിലേക്ക് എത്തിക്കുന്നതിനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പറയാതിരിക്കാൻ വയ്യ. ഏതാനും ഒരു മാസത്തോടുകൂടിയുള്ളൂ ഈ ഒരു കമ്മിറ്റി അവസാനിക്കാൻ. അപ്പോൾ അത് ഇവിടെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിന് ഇനി മറ്റൊരു വേദി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട പേരുകളുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, റൂഷ് മെഹർ,
ഞങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീമാൻ ധനേഷ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി സ്മിത ധനേഷ്, പ്രീത ചേച്ചി, സുനിൽ ഇ പി, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷീന സുനിൽ, നാരായണൻ, അങ്ങനെ തുടങ്ങി. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ശ്രീമാൻ അയൂബ്. ബാലവേദി നടത്തുന്ന ഏത് പ്രോഗ്രാമിനും അദ്ദേഹത്തിനോടൊന്ന് പറയുമ്പം ഇവിടെ നിങ്ങളുടെ ചിരിച്ച മുഖങ്ങൾ എന്നും ക്യാൻവാസിലാക്കുവാൻ KSC കൂടെ നിൽക്കുന്ന ശ്രീമാനായി ഇവരെല്ലാവരെയും ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് പരിഷത്ത് തിരുത്തി തരും. അപ്പോൾ അത്രനാഥം പരിഷത്ത് ബാലവേദിയോടും കേരള സോഷ്യലിനോടും സജീവമായി ഇടപെട്ട് കൊണ്ടുപോകുന്നു. അതൊന്ന് അഡ്രസ് ചെയ്തുകൊണ്ടുകൊണ്ട് ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്കായിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പുതുപുത്തൻ ആശയങ്ങൾ, പഠന രീതികൾ, സാങ്കേതിക വിദ്യകൾ, ശാസ്ത്ര മാർഗങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതിന് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതിൻ്റെ ഒരു ഘടകമാണ് ഫ്രണ്ട്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ UAE അടിസ്ഥാനമാക്കി 4 ചാപ്റ്ററുകളിലായിട്ട് ഇവിടെ UAE പ്രവർത്തിക്കും. മുതിർന്നവർ പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കണം. കോംപ്ലക്സിറ്റി അല്ല. ഇതാ ചുണ്ട് നോക്കിക്കോളൂ. എനിക്ക് ചുണ്ട് ഇങ്ങനെ വരയ്ക്കാം, വരയ്ക്കേണ്ടായാലും എനിക്ക് ഇങ്ങനെ വരയ്ക്കാം, എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. 3ന് 3 ഭാവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അത് നോക്കിക്കോളൂ. വരയ്ക്കണ്ട. വേറൊരു ഭാവം നോക്കിക്കോളൂ. ഭാവം മാറാനുണ്ടോ? കണ്ട ഒരു പുച്ഛം തോന്നണില്ലേ? പുച്ഛം ഇല്ലേ? സർക്കാസം ഇല്ലേ? ഇത് വേറൊരു ഭാവം. ഒരു ലഭ്യനായ ഭാവം ഉണ്ടോ? പേടിച്ചിരിക്കുന്ന ഭാവമില്ലേ? ഇല്ലേ? I will tell you, for some of you Malayalam might not be that easy, so I will tell you in English the basic emotions, of the face. So I will do it once again. Kandolu. I will do it again. Eyes, 2 eyes. Simple as that. 2 small circles anywhere. You can do like this, no problem. You can do like this, you can do like this. But then it's better to make like this. Centralize the 2 circles, small circles, somewhere here. Then one more, a bigger one or smaller one. You can make the nose like this, flatter one, or make it longer one like this. Yeah, or like this. Make it like this. Draw. Okay, finished. Now you have to, the most important thing is the lips. Now you are showing smile. Smile is very, very simple. It is like this. എല്ലാവരും വരച്ചോളൂ, പുറകിലുള്ളവരും വരച്ചോളൂ. നമ്മുടെ മൂളിപ്പാട്ട് പാടുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പാട്ട് മൂളിക്കൊണ്ടിരിക്കുന്ന ആളാണ്. വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഓഫീസിലൊക്കെ ട്യൂണൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാനങ്ങനെ മൂളിപ്പാട്ട് പാടി എനിക്കൊരു എൻ്റെ ഒരു സെക്കൻഡ് നേച്ചറായി മൂളിപ്പാട്ട് പാട്ടില്. അപ്പൊ അതുപോലെ തന്നെയാണ് വരയും, അതുപോലെ തന്നെയാണ് വര. നമ്മൾ വെറുതെ ഡൂഡ്ലിംഗ് എന്ന് പറയില്ലേ, വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടിന്റെ വേറൊരു വെർഷനാണ് ഇത്. ഇത് കൂടുതൽ ക്രിയേറ്റീവ് ആണെന്ന് മാത്രം. സ്മൈൽ, വേറൊരു സ്മൈൽ കേട്ടോ. വരയ്ക്കണ്ട. ഇതാ കണ്ടോ, 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 കണ്ടില്ലേ? So this is smile. Now you have to show sadness. The face is sad. The kid is so sad. See, look at the face. It is like this. Just the reverse.
You make it just ulta. Your smile is like this. Make it just the way. Yeah. രണ്ടും സങ്കടം വരുമ്പോ കരയില്ലേ, കണ്ണീര്. ഇതാ 2 കണ്ണീര്. ആ കഴിഞ്ഞല്ലോ. ഇനിയാണ് നമ്മൾ സ്മൈൽ വരച്ചില്ലേ, സ്മൈലിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഏതാണ്? അഡ്വാൻസ് വേർഷൻ പൊട്ടിച്ചിരിയാണ്. ആരെങ്കിലും പൊട്ടിച്ചിരിക്കും? പൊട്ടിച്ചിരിക്കൂ. ഇവിടെ വന്ന് പൊട്ടിച്ചിരിക്കാൻ ആരെങ്കിലും പറ്റുമോ? ആ വരൂ ആരും വിളിക്കൂ. വാ 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 ഇവിടെ വരൂ. ആ അങ്ങോട്ട് നോക്കൂ. ഇവിടെ വരും അടുത്ത് വരും. അവിടേക്ക് നോക്കൂ. പൊട്ടിച്ചിരിക്കൂ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആദ്യം സ്മൈൽ ഒന്നുകൂടി വരയ്ക്കാം കേട്ടോ. സ്മൈൽ നമ്മൾ വരച്ചിങ്ങനെയാണ് അല്ലേ? ഇതാണ് സ്മൈൽ. പൊട്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കണക്ഷൻ. രണ്ട് പല്ല് മറിക്കണ്ടേ? ഒരു പല്ല്. വളരെ സിമ്പിൾ കേട്ടോ. ആർക്ക് വരച്ചു പഠിക്കാവുന്ന സംഗതിയാണ് കാർട്ടൂൺ. നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ, തമാശയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട. ഇപ്പൊ വിഷു ഇപ്പൊ വന്നല്ലോ. അപ്പൊ ഇത് നോക്കി വരയ്ക്കരുത്. ഇത് എന്റെ മുത്തശ്ശിയാണ്. നിങ്ങൾ ഓർക്കും. ആദ്യം എല്ലാവരും കണ്ണടയ്ക്കും. കുട്ടികൾ, എല്ലാ മുതിർന്നവരും മുത്തശ്ശിയെന്ന് ഓർക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം, എങ്ങനെയാണ് ഈ മനുഷ്യൻ മുഖം ഒന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത്. ശരിക്കും ആലോചിക്കും. നമ്മള് ദൈവത്തിനൊക്കെ കണ്ണടച്ച് ഓർക്കുന്നവര് അതുപോലെ ഓർക്കണം. ഇങ്ങനെ മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശൻ, വയസ്സായിട്ടുള്ള ആരെങ്കിലും, എന്നിട്ട് വരയ്ക്കണം. എന്നിട്ട് ഫുൾ പേജ് കടലാസിൽ വരയ്ക്കും. അപ്പൊ മനസ്സിലാവും. 2 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ മുത്തശ്ശനെ ഭയങ്കര സ്നേഹത്തോടുകൂടി ഓർക്കും. അങ്ങനെ അധികം ഓർക്കാറുണ്ടോ? ഇപ്പൊ ഓർക്കും. ഓർക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തോളൂ. ഏതൊക്കെയാണ് മുത്തശ്ശിയുടെ പ്രത്യേകത? മുഖം എങ്ങനെയാണ്? കണ്ണെങ്ങനെയാണ്? മൂക്ക് എങ്ങനെയാണ്? മൂക്കുത്തി ഉണ്ടോ? റിബണാണോ കിട്ടിയിരിക്കുന്ന തലയില്? വളവുണ്ടോ? ബ്ലൗസ് ആണോ? അത് സാരി ആണോ? ഭയങ്കര സ്പീഡിലാണോ നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കേണ്ടത് ശരിക്കും ആലോചിക്കും. സംസാരിക്കാൻ ആലോചിക്കും. ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് പേര് കൊടുക്കണം കേട്ടോ. അടിയില് എന്റെ മുത്തശ്ശി ആ പേര് കൊടുക്കണം. ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് വരാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് വൺ. ശരിക്കും ആലോചിക്കും. വളരെ സിൻസിയർലി ആലോചിക്കണം. ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ഫുൾ കടലാസ് 5 മിനിറ്റ് തന്നില്ല പറ്റും. നിങ്ങളുടെ മുത്തശ്ശിനെ നാട്ടിലാണെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ ഇമെയിൽ ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. അച്ഛൻ്റെ അമ്മയോടും പറഞ്ഞിട്ട് ഇമെയിൽ ചെയ്ത് അയച്ചു കൊടുക്കണം. പക്ഷെ തീർച്ചയായിട്ടും ഇത് മുത്തശ്ശിയും കണ്ടിരിക്കണം. ഇന്ന് തന്നെ കണ്ടിരിക്കണം കേട്ടോ. സീരിയസ്ലി Go and show him. Sure, no problem. Don't be shy. Ready, bro? Grandma? Then you can improve. Very good.
good one. Good. എല്ലാവരും വരച്ചു കഴിഞ്ഞോ? അഞ്ച് മിനിറ്റ് കൂടി. Teacher in school. Start ചെയ്തു. വരച്ചോളൂ. ടീച്ചർ എന്താ ടീച്ചറിന്റെ പേര്? അത് എഴുതൂ. കാണിച്ചോ? എഴുതിയോ? എന്താ പേര്? അത് അടിയിൽ എഴുതി. ഇനി എല്ലാവരും അടുത്ത് വന്ന് വരാൻ പോകട്ടോ. വെരി ഗുഡ്. പേര്? അത് പുറകിലുള്ള മുതിർന്നവരെ വരയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുകയാണെങ്കിൽ വലിയ കുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. വയസ്സായവരൊക്കെ അവരുടെ പഴയ ടീച്ചർമാരെ ഒന്ന് ഓർമ്മയിൽ നിന്ന് വരച്ചാല് അതിഗംഭീരമായി. എന്നോട്ടെ ഏതാണ്? വെരി ഗുഡ്. വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ടോപ്പ് ക്ലാസ്. നന്നായിട്ടുണ്ട്. കാണിച്ചു തരൂ. ഏതാണ്? ഏതാണ്? ഓക്കെ. പേര് എഴുതുക. ശിലയാ